ആദ്യം വസന്തിലേക്ക്. വസന്ത്, നമുക്കറിയാം അതിഗുരുതരമായ വീഴ്ച ഗോവിന്ദചാമി ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടാനായി. എങ്കിലും ഈ വീഴ്ച എന്നത് വീഴ്ച തന്നെയാണ്. അവിടെ നിന്ന് സർക്കാർ ചില തിരുത്തൽ നടപടികൾ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു 2 അംഗ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു. സമഗ്ര അന്വേഷണം ഉണ്ടാകും. മാത്രവുമല്ല, മറ്റു ചില അടിയന്തര നടപടികൾ സ്വീകരിക്കാനുള്ള തീരുമാനവും മുഖ്യമന്ത്രി ഇന്ന് വിളിച്ച അടിയന്തര യോഗത്തിൽ ഉണ്ടായിരിക്കുകയാണ്. ഒരു വീഴ്ചയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയല്ലേ സർക്കാർ സ്വീകരിക്കുന്നത്? ഒരു വീഴ്ചയിൽ സർക്കാരിന് ചെയ്യാൻ സാധിക്കുന്നത് ഇത് മാത്രമാണോ എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഒന്ന്, കേരളത്തിന്റെ ജയിൽ സംവിധാനങ്ങൾക്കുള്ളിൽ കഴിയുന്നതിൽ ഏറ്റവും കൊടൂര കുറ്റവാളികളിൽ 1 മുതൽ 10 വരെ എടുത്താൽ അതിൽ ഒരാളായാണ് ഗോവിന്ദചാമിയെ കേരളത്തിന്റെ പൊതു മനസാക്ഷി കാണുന്നത്. നമ്മൾ എല്ലാവരും കാണുന്നത് അങ്ങനെയാണ്, വിവക്ഷിക്കുകയും ചെയ്യുന്നത്. നോക്കൂ, അത്തരത്തിൽ ഒരാൾക്ക് പുലർച്ചെ 1:30 മാസങ്ങളുടെ പ്ലാനും പദ്ധതിയും തയ്യാറാക്കി കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിൽ സംവിധാനമായ കണ്ണൂരിൽ നിന്ന് ഒറ്റക്കയ്യൻ ഞാൻ പറയുന്നത് കൈയുടെ ഒരു കൈക്ക് കൈപ്പത്തിയില്ല എന്ന് പറയുമ്പോൾ ആ കൈക്ക് ശേഷിയില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആ കൈക്ക് ശേഷിയില്ലാത്ത ആൾക്ക് 7 മീറ്റർ പൊക്കമുള്ള ഇലക്ട്രിക് ഫെൻസിംഗ് ഉള്ള CCTV സർവലൻസ് ഉള്ള കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിലിനുള്ളിൽ നിന്ന് നിസാരമായി പുറത്തു കടക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഏത് സംവിധാനമാണ് അയാളെ സഹായിച്ചത് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മളും അയാളും അല്ലെങ്കിൽ സർക്കാരിന്റെ വക്താക്കളും ഒക്കെ പറയുന്നത് പോലെ അയാൾ ജയിലിൽ ചാടിക്കടന്നു തന്നെയാണോ പുറത്തേക്ക് പോയത്? ഇനി അങ്ങനെയാണെങ്കിൽ അയാൾ ഒറ്റയ്ക്കാണോ ജയിലിൽ ചാടിക്കടന്നത് തുടങ്ങിയ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ രേണു, ഈ ഗോവിന്ദചാമിയെ ദയവ് ചെയ്ത് അദ്ദേഹത്തിന് പരോൾ കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമാണല്ലോ അദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹത്തെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് വരുന്ന ഒളിമ്പിക്സിൽ ചാട്ട മത്സരത്തിന് പറഞ്ഞു വിടണം. നോക്കൂ, ഒരു കൈക്ക് ശേഷിയില്ലാതെ 7 മീറ്റർ പൊക്കമുള്ള ജയിലിന്റെ മതിൽ ചാടിക്കടക്കാൻ അയാൾക്ക് സാധിച്ചെങ്കിൽ അയാൾ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ മത്സരിച്ച് സ്വർണം കൊണ്ടുവരട്ടെ. ആരെ വിശ്വസിക്കാനാണ് ഈ ഇല്ലക്കഥ? ആരെ വിശ്വസിപ്പിക്കാനാണ് ഈ പൊറാട്ട് നാടകം കളിക്കുന്നത്? നോക്കൂ, കണ്ണൂർ ജയിലുമായി ബന്ധപ്പെട്ട് വിവിധ ആരോപണങ്ങൾ കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷം എത്രയോ കാലമായി ഉയർത്തുന്നു. കണ്ണൂർ ജയില് എന്ന് പറഞ്ഞത് CPM-ന്റെ ഒരു LC പോലെയാണ്. അവരുടെ ഒരു ലോക്കൽ കമ്മിറ്റി പോലെയാണ്. അവിടെ സെക്രട്ടറി ഉണ്ട്, അസിസ്റ്റന്റ് സെക്രട്ടറി ഉണ്ട്, LC മെമ്പർമാരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബ്ലോക്കുകളിൽ ഒന്ന് പാർട്ടി ഓഫീസായാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം അല്ലതേ. അവിടെ ആ ജയിലിൽ കടന്നവർ ഇറങ്ങി വന്നിട്ട് പറയുന്നതാണ് അവിടെ ജയിൽ വാർഡിനേക്കാൾ വില ആ LC ഓഫീസിന്റെ സെക്രട്ടറി ആയിട്ടുള്ള കൊടി സുനിക്കും കിർമാണി മനോജും അടക്കമുള്ളവർക്കാണ്. പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തിട്ട്, അതായത് കൊലപാതകമാണ് കേട്ടോ, പാർട്ടിക്ക് വേണ്ടി പാർട്ടി ഓഫീസ് പണിയൊന്നുമില്ല, CPM-ന് വേണ്ടി പണിയെടുത്തിട്ട് കൊലപാതകങ്ങൾ ചെയ്തിട്ട് അവിടെ വരുന്നവർക്ക് സുഖ സൗകര്യങ്ങൾ, അവർക്ക് ഫോൺ അവൈലബിൾ ആക്കുന്നു, അവർക്ക് സഹധർമ്മിണിമാരെ കാണാൻ അവരുടെ കൂടെ ശയിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു, അവർക്ക്. ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. താങ്കൾ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ തടവുകാരുടെ കാര്യങ്ങളിൽ ഇത്തരം വീഴ്ചകൾ മുൻപ് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ വാർത്തയാക്കിയിട്ടുണ്ട്, ചർച്ചയാക്കിയിട്ടും ഒക്കെ ഉണ്ട്. അതിൽ ചില സ്ഥാപിത താല്പര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഉണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷെ നോക്കൂ, ഇതുപോലൊരു കൊടും കുറ്റവാളി ജയിൽ ചാടി പോകാൻ സാഹചര്യം സൃഷ്ടിക്കുന്നത് വഴി ഈ രാഷ്ട്രീയ പാർട്ടിക്കോ സർക്കാരിനോ എന്തെങ്കിലും തരത്തിലുള്ള നേട്ടമുണ്ടോ? അങ്ങനെ ഒരു വാർത്ത, അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ച് സ്വയം പഴി കേൾക്കാൻ ആരെങ്കിലും നിന്നു കൊടുക്കുമോ? ഇനി രേണു അതിന്റെ ഉത്തരം പറയാം. അതിനു മുമ്പ് രേണു ആദ്യം പറഞ്ഞല്ലോ, ഒരു അവ്യക്തമായി ചില രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ വേറെ ഏത് ഗുണ്ടയ്ക്കാണ് അവിടെ ഇത്രയും സൗകര്യം കിട്ടുന്നത്? കോൺഗ്രസിന്റെ ഏതെങ്കിലും രാഷ്ട്രീയ തടവുകാർക്ക് ഇത്രയും സൗകര്യം കിട്ടുന്നുണ്ടോ? കോൺഗ്രസിന്റെ DCC ഓഫീസ് ആയിട്ടാണോ കണ്ണൂർ സെൻട്രൽ ജയിൽ അറിയപ്പെടുന്നത്? അല്ലല്ലോ. CPM-ന്റെ തടവുകാർ, CPM-ന്റെ കൊലയാളികൾ, CPM-ന് വേണ്ടി ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് താല്പര്യങ്ങൾ ഉണ്ടാകുമല്ലോ. നിങ്ങൾ ചില രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഭാഗമായ ആളുകളെ പിന്തുണയ്ക്കുന്നത്, നിങ്ങളുടെ നേതാക്കൾ തന്നെ പിന്തുണയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ അത്തരക്കാർ ജയിലിലാണെങ്കിൽ ചില ഇതുപോലെ പറ്റുന്ന സേവനങ്ങളൊക്കെ ചെയ്യുമായിരിക്കും. ഞാൻ അതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങനെ ചില താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ജയിലിൽ സഹായം എത്തിച്ചോ അവരെ പുറത്തിറക്കിയെന്നോ പറഞ്ഞാൽ നമുക്ക് അതിനൊരു ലോജിക്കുണ്ട്. ഇപ്പോൾ ഇങ്ങനെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിഷയമാണല്ലോ ഇപ്പോൾ ഇത്. അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കി സൃഷ്ടിച്ച് സർക്കാർ തന്നെ മുൻകൈ എടുത്ത് അല്ലെങ്കിൽ ആരുടെയെങ്കിലും സഹായത്തോടെ സൃഷ്ടിക്കേണ്ട കാര്യം എന്താണ് എന്നതാണ് ഞാൻ ചോദിച്ചത്. അതിലെ ലോജിക്ക് എന്താണെന്ന്. ഞാന് 1, 2, 3, 4 അങ്ങനെ ഒരു ഡസൻ കേസുകൾ പറഞ്ഞുതരാം. CPM-ന്റെ രാഷ്ട്രീയ തടവുകാർക്ക് വിവിധ ജയിലുകളിൽ കിട്ടുന്ന സുഖ സൗകര്യങ്ങളെ പറ്റി. കോൺഗ്രസിന്റെ, BJP-യുടെ
ഒരു രാഷ്ട്രീയ BJP എന്ന് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പ്രതിപക്ഷ കക്ഷിയായുണ്ട ഒരു രാഷ്ട്രീയ തടവുകാരന് കിട്ടിയ സുഖ സൗകര്യങ്ങളെ പറ്റിയുള്ള ഒരു വാർത്ത അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇല്ല. ഞങ്ങൾ ഭരിച്ചപ്പോഴുണ്ടോ? ഇല്ല. അപ്പൊ ഇത് CPM-ന്റെ കുത്തകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെ ചോദ്യം, അതിൽ നിന്ന് ഞാൻ എസ്കേപ്പ് ചെയ്യില്ല. നോക്കൂ, ഞാൻ പറഞ്ഞത് സർക്കാർ നേരിട്ടോ സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടി നേരിട്ടോ എന്നല്ല. ആ പാർട്ടിയെ പോലും ഭയപ്പെടുത്തുന്നവർ, ആ പാർട്ടിയെ പോലും നിയന്ത്രിക്കുന്നവർ, അവരാരെങ്കിലും വാ തുറന്നു പോയാൽ ഈ പാർട്ടിയുടെ അന്തസ്സങ്ങ് കുത്തനെ താഴോട്ട് പോകും എന്ന കണക്ക് പാർട്ടി രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന പാർട്ടിയുടെ ഗുണ്ടകൾ, കൊലയാളികൾ ആ ജയിലിലുണ്ട്. അപ്പോ ആ ജയിലിലുള്ളവർ ഇവരെ സഹായിച്ചാൽ, അങ്ങനെയുള്ള പാർട്ടി ഗുണ്ടകൾ, പാർട്ടി കൊലയാളികൾ, ഞാൻ നേരത്തെ പറഞ്ഞ CPM-ന്റെ LC ഓഫീസായി പ്രവർത്തിക്കുന്ന ആ LC-യുടെ സെക്രട്ടറിമാർ, ജോയിന്റ് സെക്രട്ടറിമാർ, LC അംഗങ്ങൾ, അവർക്ക് ചില ലാഭങ്ങൾ കാണും. അവർക്ക് എന്ത് ലാഭം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് സമഗ്രമായ അന്വേഷണം ഉണ്ടാവണം. ജയിൽ വാർഡനും സൂപ്രണ്ടിനുമെതിരെ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നത് കാണേണ്ടിയിരിക്കുന്നു. ഉടനടി ത്വരിതഗതിയിലുള്ള അന്വേഷണം നടത്തി ഈ വിഷയത്തിൽ ആക്ഷൻ എടുത്തില്ലെങ്കിൽ അത് കേരളത്തിന്റെ പൊതുമനസാക്ഷിയുടെ മുമ്പിൽ സർക്കാരിനെ ജയിലറയ്ക്കുള്ളിൽ നിർത്തുന്നതിന് തുല്യമായിരിക്കും. ഇനി ഒരു കാര്യം കൂടി, അങ്ങയുടെ ഇൻട്രോയിലും എന്നോടുള്ള ചോദ്യത്തിലും പറഞ്ഞു, 6 മണിക്കൂറിനുള്ളിൽ ഈ കൊടും കുറ്റവാളിയെ പിടിക്കാൻ സാധിച്ചു. ആരാ പിടിച്ച? പോലീസാണോ പിടിച്ചത്? പോലീസിന്റെ ആദ്യത്തെ ഭാഷ്യം എന്തായിരുന്നു? ആദ്യഘട്ടത്തിൽ പോലീസ് പറഞ്ഞത് അയാൾ സംസ്ഥാനം വിട്ടിട്ടുണ്ടാകും എന്നുള്ളതാണ്. അതായിരുന്നു സംസ്ഥാനത്തെ ഇന്റലിജൻസ് പറഞ്ഞത്. ആണോ? അയാൾ സംസ്ഥാനം വിട്ടു? ജില്ല പോലും വിട്ടില്ലല്ലോ. അവിടുത്തെ നാട്ടുകാർ, പൊതുപ്രവർത്തകർ, ഞങ്ങളുടെ സഹപ്രവർത്തകൻ ശ്രീ റിജിൽ ചന്ദ്രൻ മാക്കുറ്റി അടക്കമുള്ളവർ, അവരടക്കമുള്ളവർ വലിയ സമഗ്രമായ, വലിയ ജാഗരൂകരായി, ജാഗ്രതയോടുകൂടി ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇയാളെ കിട്ടിയത്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പോലീസിന്റെ ഏത് പെട്രോളിങ്ങിലാണ് ഇയാളെ പിടിച്ചത്? അപ്പൊ അങ്ങനെ എല്ലാ പൊന്തൂവിലും കൂടി പോലീസിന് ഒരു പൊന്തൂവിൽ കിട്ടാൻ വേണ്ടി ഒരു ദിവസം രാവിലെ ഇറക്കി വിട്ടിട്ട് ഇവർ ഓടിച്ചിട്ട് പിടിച്ചതാണ് എന്നുള്ള കണക്കിന്, ഞങ്ങളുടെ മോക്ക് ഡ്രില്ലായിരുന്നു എന്നുള്ള കണക്കിനൊന്നും പറയരുത്. ഇത് പോലീസിന്റെ ഇന്റലിജൻസ് വീഴ്ചയാണ്, പോലീസ് സംവിധാനത്തിന്റെ വീഴ്ചയാണ്, അതിനുള്ളിലുള്ള ജയിൽ സൂപ്രണ്ടിന്റെ അടക്കമുള്ള വീഴ്ചയാണ്. ആ വീഴ്ചയ്ക്ക് സഹായം ചെയ്ത് കൊടുത്തത് ആരാണ് എന്നതാണ് എനിക്ക് കണ്ടുപിടിക്കുന്നത്. തീർച്ചയായും വസന്ത്, ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ 2 തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ ഓൾറെഡി നടക്കുന്നുണ്ട്. വകുപ്പ് തല അന്വേഷണം നടക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ സർക്കാർ ഒരു അന്വേഷണം കൂടി, പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം കൂടി നടത്തുന്നത്. അപ്പോൾ ത്രിതല അന്വേഷണം ഈ വിഷയത്തിലായി കഴിഞ്ഞു. താങ്കൾ സൂചിപ്പിച്ചതുപോലെ എല്ലാ വിധത്തിലും ആരെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, അത് തടവുകാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ, ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ, പുറമേ നിന്ന് ആരിൽ നിന്നെങ്കിലും ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ എല്ലാ വശങ്ങളും പരിശോധിക്കാനാണല്ലോ ഈ അന്വേഷണങ്ങളൊക്കെ. അപ്പോൾ ഇന്നൊരു സമഗ്ര അന്വേഷണം കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുകയാണ്. മാത്രവുമല്ല, ഈ പല അപര്യാപ്തതകൾ ആ ജയിലിൽ ഉണ്ടായിരുന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫെൻസിംഗ് പ്രവർത്തനക്ഷമമായിരുന്നില്ല, CCTV-കൾ പര്യാപ്തമായിരുന്നില്ല, ചിലതൊക്കെ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെയുള്ള അപര്യാപ്തതകൾ എന്താണ് എന്നത് കണ്ട് മനസ്സിലാക്കി ഉടനടി നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശങ്ങളും ഇന്ന് പോയി കഴിഞ്ഞു. ഞാൻ പറഞ്ഞത്, ഒരു സിസ്റ്റത്തിൽ ഒരു വീഴ്ച സംഭവിച്ചാൽ ഏറ്റവും അടുത്ത നടപടി എന്ന് പറയുന്നത് അത് തിരുത്താനുള്ള നടപടികൾ എടുക്കുക എന്നതാണ്. അങ്ങനെ ഇന്നലെയും ഇന്നുമായി സ്വീകരിച്ചിട്ടുള്ള നടപടികൾ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? ആ നിലയ്ക്ക് സ്വാഗതം ചെയ്യുന്നുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. അല്ല, അത് സർക്കാരിന്റെ മുഖം രക്ഷിക്കാനും തടി തപ്പാനുള്ള അവസരമാണ്. അങ്ങ് അപര്യാപ്തത എന്ന് പറഞ്ഞതിനെ ലഘൂകരിക്കരുത്, സിംപ്ലിഫൈ ചെയ്യരുത്. അപര്യാപ്തത എന്ന് പറയുന്നത് അറിയാതെ വന്നു പോകുന്ന ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ചെയ്യാൻ പറ്റാതെ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ അപര്യാപ്തത എന്ന് പറയുന്നത്. കുറവുകൾ എന്നാണ് അതിന്റെ അർത്ഥം. ഇത് അപര്യാപ്തതയില്ല, ഇത് കൃത്യമായ വീഴ്ചയാണ്, ഇന്റലിജൻസ് വീഴ്ചയാണ്, ഇന്റലിജൻസ് തകർച്ചയാണ്. നോക്കൂ, കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെ ഒരു ജയിലിൽ CCTV പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് ഇപ്പോഴാണോ റിപ്പോർട്ട് ചെയ്യേണ്ടത്? കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനലുകൾ, ഗുണ്ടകൾ, കൊലയാളികൾ, പെണ്ണുപിടുത്തക്കാർ, റേപ്പിസ്റ്റുകൾ, അവർ കിടക്കുന്ന ഒരു ജയിലിൽ ഫെൻസിംഗ് വർക്കാവുന്നില്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഗോവിന്ദച്ചാമി ചാടിയിട്ടാണോ? അങ്ങനെയാണെങ്കിൽ സർക്കാർ ഒരു കാര്യം ചെയ്യണം കേട്ടോ. അടുത്ത ദിവസം സർക്കാരിന്റെ വാർഷികം നടക്കുമ്പോൾ ഈ അറ്റകുറ്റങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച, ഈ പ്രശ്നങ്ങളെല്ലാം സർക്കാരിന്റെ മുമ്പിലേക്ക് എത്തിച്ച ഗോവിന്ദച്ചാമിക്ക് ആദരം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആദരിച്ച് പൂമാലയിട്ട് സ്വീകരിക്കണം. സർക്കാർ അയാൾക്കൊരു അവാർഡ് കൂടി എന്തെങ്കിലും ആരുടെങ്കിലും ഒരു പേരിൽ, ഇപ്പൊ സഖാവ് VS മരിച്ചല്ലോ, VS-ന്റെയോ ഏതെങ്കിലും ഒരു നേതാവിന്റെ പേരിൽ ഒരു അവാർഡ് കൂടി ഗോവിന്ദച്ചാമിക്ക് സർക്കാർ കൊടുക്കാൻ തയ്യാറാവണം. ഈ അപര്യാപ്തതകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി, സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഒറ്റയാൾ സമരം നയിച്ച് ജയിൽ ചാടി അതിന്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ച ഗോവിന്ദച്ചാമിക്ക് നോക്കൂ, വളരെ കൃത്യമായ വീഴ്ച, ഇന്റലിജൻസ് അടക്കമുള്ള പോലീസ് സംവിധാനത്തിലെ സമ്പൂർണമായ വീഴ്ച ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങനെ ചോദ്യം, ഇത് തിരുത്തൽ ഏതാണ് ത്രിതല അന്വേഷണത്തിലൂടെ തിരുത്തപ്പെടുമോ എന്ന് ചോദിച്ചാൽ, രേണു അങ്ങ് തന്നെ ഒരു വാക്കുപയോഗിച്ചു, സിസ്റ്റം.
ആ സിസ്റ്റത്തിന്റെ പരാജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യ വകുപ്പ് മന്ത്രി മേടിച്ചു വെച്ചിരിക്കുന്ന ഒരു ഡസൻ റിപ്പോർട്ടുകൾ, സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മേടിച്ചിരിക്കുന്ന ഒരു ഡസൻ റിപ്പോർട്ടുകൾ, വനം മന്ത്രി മേടിച്ചു വെച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ, ഈ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്ന പേപ്പറുകൾ തൂക്കി വിറ്റാൽ, ആക്രി വിലയ്ക്ക് വിറ്റാൽ തൽക്കാലം സർക്കാരിന്റെ ധനകാര്യ പ്രതിസന്ധി, അതിന് മാത്രമുള്ള റിപ്പോർട്ടുകൾ, അതിന് മാത്രമുള്ള സമഗ്രാന്വേഷണം, ത്വരിതഗതിയിലുള്ള അന്വേഷണം, ആക്റ്റീവ് ആക്ഷൻ കൗൺസിൽ തുടങ്ങി സർക്കാർ ഓമന പേരിട്ട് വിളിക്കുന്ന റിപ്പോർട്ട് സമിതികളുടെ റിപ്പോർട്ടുകൾ ആക്രി വിലയ്ക്ക് വിറ്റാൽ സർക്കാരിന്റെ തൽക്കാലത്തേക്കുള്ള സാമ്പത്തിക പ്രതിസന്ധി തീരും. അതിന് മാത്രം റിപ്പോർട്ടുകൾ സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സർക്കാർ പ്രഖ്യാപിക്കുന്ന അന്വേഷണത്തിൽ റിപ്പോർട്ടിൽ നമുക്ക് യാതൊരു വിശ്വാസവും ഇല്ല. ശരി, അന്വേഷണം